Hello students, today I will be teaching HTML tables. അപ്പോൾ ടേബിൾ ടാഗ് HTML നമ്മൾ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. TR ടാഗ് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു ടേബിളിൽ റോനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TR ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടേബിളിൽ ഹെഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TH ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടേബിളിൽ സെല്ലോ അല്ലെങ്കിൽ ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TD ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് TD ടാഗ് ബോൾഡും സെൻറ്റേർഡും ആണ്. TD ടാഗ് ബൈ ഡിഫോൾട്ട് റെഗുലറും ലെഫ്റ്റ് അലൈൻഡും ആണ്. അപ്പോൾ നമുക്ക് HTML കോഡ് കാണാം. HTML ബോഡി H2 ആണ് ഹെഡിങ്, ബേസിക് HTML ടേബിൾ. എന്നിട്ട് ഹെഡർ ടാഗ് ക്ലോസ് ചെയ്തു. ഇതാ ബേസിക് HTML ടേബിൾ. പിന്നെ ടേബിൾ സ്റ്റൈൽ ഈക്വൽ ടു വിഡ്ത്ത് 100. ടേബിൾ ടാഗിന് നമ്മളൊരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് നമ്മൾ 100 സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ TR ടാഗ് ഓപ്പൺ ചെയ്തു, അതായത് ടേബിളിൽ ഒരു പുതിയ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയ റോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ റോയിൽ നമ്മൾ ഒരു 3 ഹെഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് F നെയിം, L നെയിം, ഏജ്. അപ്പം നമ്മൾ TR ടാഗ് യൂസ് ചെയ്തിട്ട് ടേബിളിൻ്റെ റോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ TH ടാഗ് യൂസ് ചെയ്തിട്ട് 3 ഹെഡർ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് F നെയിം, L നെയിമും, ഏജും. അപ്പോൾ നമുക്കിത് ഇവിടെ കാണാം. TH F നെയിം, TH ക്ലോസ് ചെയ്തു. TH L നെയിം, TH ക്ലോസ് ചെയ്തു. TH ഏജ്, TH ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ റോന ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ പുതിയൊരു റോ ഉണ്ടാക്കി. ഇതാണ് സെക്കൻഡ് റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ പുതിയൊരു റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TR ടാഗ് ക്രിയേറ്റ് ചെയ്തു. TR ടാഗിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. TD സെയിം, TD മാലിക്, TD 25. അതായത് നമ്മൾ ഒരു TD പറഞ്ഞാൽ വാല്യൂ, പുതിയൊരു റോ ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. സെയിം, മാലിക്, 25. ഈ 3 വാല്യൂസ് നമ്മൾ TD ടാഗ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തു. പിന്നെ TR ടാഗ് ക്ലോസ് ചെയ്തു. പിന്നെ ടേബിൾ ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി ക്ലോസ് ചെയ്തു. പിന്നെ HTML ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് HTML ഫോംസ് നോക്കാം. അപ്പം HTML ഫോംസ്, HTML ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ. യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യാനാണ് നമ്മൾ HTML ഫോം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്ത ശേഷം അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യും ഫോർ പ്രോസസ്സിങ്. നമ്മൾ യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യാനാണ് നമ്മൾ HTML ഫോം യൂസ് ചെയ്യുന്നത്. ആ യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്ത ശേഷം ആ ഇൻഫർമേഷൻ സെർവറിന് കൊടുക്കും ഫോർ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്, ഇതിൻ്റെ സിൻടാക്സ്. ഫോം എലിമെൻറ്റ്സ്, ക്ലോസിങ് ദ ഫോം. HTML ഫോംസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ HTML ബോഡി H2 HTML ഫോംസ് ഹെഡിങ്, ഇതിൻ്റെ ഹെഡിങ് വന്നു HTML ഫോംസ്. പിന്നെ ഫോം ആക്ഷൻ ഈക്വൽ ടു ആക്ഷൻ page.php. അതായത് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം ഇത് നമുക്ക് action.php എന്ന ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഫോം ആക്ഷൻ ഈക്വൽ ടു ആക്ഷൻ page.php പറഞ്ഞാൽ അതായത് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പം ആക്ഷൻ page.phpയിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. പിന്നെ നമ്മളൊരു ലേബിൾ ഉണ്ടാക്കി, ഫസ്റ്റ് നെയിമിൻ്റെ ഒരു ലേബിൾ ഉണ്ടാക്കി. ലേബിൾ ഫോർ F നെയിം, ഫസ്റ്റ് നെയിമിൻ്റെ ലേബിൾ ഉണ്ടാക്കി, അതിൻ്റെ ID F നെയിം. ഫസ്റ്റ് നെയിമിൻ്റെ ഒരു ലേബിൾ ഉണ്ടാക്കി, അതിൻ്റെ ID F നെയിമാണ്. പിന്നെ ലേബിൾ ക്ലോസ് ചെയ്തു. പിന്നെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ ടെസ്റ്റ് ഏരിയ കിട്ടും, ടെസ്റ്റ് കിട്ടും. ഇവിടെ ടെസ്റ്റ് കിട്ടി. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെസ്റ്റ് നമുക്ക് ടെസ്റ്റ് കിട്ടും. ID ഈക്വൽ ടു F നെയിം. അപ്പം ID ഈക്വൽ ടു F നെയിമാണ്. ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു ജോൺ. ഇതിൻ്റെ വാല്യൂ ജോണിന് കിട്ടി. പിന്നെ ബ്രേക്ക് ചെയ്തു. പിന്നെ ലേബിൾ ഫോർ ലാസ്റ്റ് നെയിമിന് നമ്മളൊരു ലേബിൾ ഉണ്ടാക്കി. ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് വന്നു. ID ഈക്വൽ ടു L നെയിം. ഇതിൻ്റെ ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടും ഇൻപുട്ട് ടൈപ്പിൻ്റെ ID ആട്രിബ്യൂട്ടും മാച്ച് ചെയ്യുന്നുണ്ട്. വാല്യൂ ഈക്വൽ ടു സീന. പിന്നെ ബ്രേക്ക് ചെയ്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. നമ്മൾ സബ്മിറ്റ് പറഞ്ഞ ഇൻപുട്ട് ടൈപ്പ് ഉണ്ടാക്കി. ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ്. പിന്നെ നമ്മൾ ഫോം ക്ലോസ് ചെയ്തു. നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ
ഇറ്റ് ഡയറക്ട്സ് യു ടു ദ ആക്ഷൻ ഓഫ് PHP. അപ്പോൾ ആക്ഷൻ പേജ് PHPയിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. പിന്നെ ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കാണാൻ പോവാണ്. അപ്പം ഇൻപുട്ട് എലിമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇൻപുട്ട് എലിമെൻറ്റ് ഇനി ഒരു ടൈപ്പ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് പറഞ്ഞാൽ ഒരു സിംഗിൾ ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ഡിസ്പ്ലേ ആവും. സിംഗിൾ ലൈൻ ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ഡിസ്പ്ലേ ആവും. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. റേഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബട്ടൺസ് വരും. മെയിൽ ഇങ്ങനെ റേഡിയോ ബട്ടൺസ് വരും. അപ്പോൾ ഈ റേഡിയോ ബട്ടൺസ് വരാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുക്കും. റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് പറഞ്ഞാൽ നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ വരും. ഫോമിനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്മിറ്റ് ബട്ടൺ വരും. അതാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഏരിയ വരും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ പറഞ്ഞാൽ നമുക്ക് റേഡിയോ ബട്ടൺസ് കിട്ടും. മെയിൽ ഫീമെയിൽ ഇങ്ങനെ റേഡിയോ ബട്ടൺസ് കിട്ടും. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഒരു സബ്മിറ്റ് ബട്ടൺ കിട്ടും. ആ സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോം സബ്മിറ്റ് ആവും. അപ്പം നമുക്ക് ഇൻപുട്ട് ടൈപ്പിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം doc.html, doctype.html, HTML, ബോഡി ടാഗ്, പിന്നെ H2 ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ്, അതായത് ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ്, അതായത് ഹെഡിങ് ടെസ്റ്റ് ഇൻപുട്ട് ഫീൽഡ്. പിന്നെ ഫോം, നമ്മൾ ഫോം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫോമിന് നമ്മൾ ലേബിൾ എലിമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലേബിൾ എലിമെൻറ്റിൻ്റെ ഒരു 4 ആട്രിബ്യൂട്ട് ഈക്വൽ ടു F നെയിം, ഫസ്റ്റ് നെയിം. ഇപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ ഒരു ലേബിൾ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ലേബിൾ ക്ലോസ് ചെയ്തു, പിന്നെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്, അതായത് ടെസ്റ്റ് ഏരിയ വരും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഏരിയ കിട്ടും. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പിൻ്റെ ID ഈക്വൽ ടു F നെയിം. അപ്പം ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ IDയും ഈ ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടും മാച്ച് ചെയ്യുന്നുണ്ട്. F നെയിം. അപ്പം ഇൻപുട്ടിൻ്റെ IDയും ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. F നെയിം. പിന്നെ നെയിം ഈക്വൽ ടു F നെയിം. നമുക്ക് F നെയിം കൊടുക്കണം. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ജോൺ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ വാല്യൂ വരുന്നുണ്ട് ജോൺ ആണ് ഇതിൻ്റെ വാല്യൂ. പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൊരു ലാസ്റ്റ് നെയിമിൻ്റെ ലേബിൾ ഉണ്ടാക്കി. ലാസ്റ്റ് നെയിമിൻ്റെ ലേബിൾ ഉണ്ടാക്കി. ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ട് L നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് ടൈപ്പ് ഉണ്ടാക്കി, ടെസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇൻപുട്ട് ID L നെയിമും ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവും മാച്ച് ചെയ്യുന്നുണ്ട്. ഇൻപുട്ടിൻ്റെ ID L നെയിമും ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വാല്യൂ ഈക്വൽ ടു ഡോ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോം ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി ക്ലോസ് ചെയ്തു. പിന്നെ HTML ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ലേബിൾ എലിമെൻറ്റ് നോക്കാം. അപ്പം ലേബിൾ എലിമെൻറ്റ് ഒരു ലേബിൾ ഡിഫൈൻ ചെയ്യും. സെവറൽ എലിമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ലേബിൾ ഡിഫൈൻ ചെയ്യും, ലേബിൾ ടാഗ്. അപ്പം ലേബിൾ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ റീഡർ യൂസേഴ്സ് ലേബിൾ ടാഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഈ ലേബിൾ ടാഗ് കാരണം സ്ക്രീൻ റീഡർ റീഡ് ചെയ്യും, സ്ക്രീൻ റീഡർ അലോ ചെയ്യും when the user is focused on the input element. അപ്പം യൂസർ ഇൻപുട്ട് എലിമെൻറ്റിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ ഈ സ്ക്രീൻ റീഡർ ഇത് ഒച്ചത്തിൽ വായിക്കും. അപ്പോൾ അത് സ്ക്രീൻ റീഡർ യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ the label element also help the users who have difficulty in clicking on very small regions. അപ്പോൾ ഈ ലേബിൾ എലിമെൻറ്റ് those യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് who have difficulty clicking on small region. അപ്പം who have difficulty clicking on the small regions അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ the 4 attribute of label must match with the ID attribute of the input element. അപ്പം ലേബിളിൻ്റെ 4 attribute മാച്ച് ചെയ്യണം with the ID attribute of the input element to bind them together. റേഡിയോ ബട്ടൺസിന് HTML നോക്കാം. റേഡിയോ ബട്ടൺസ് ഇൻപുട്ട് ടൈപ്പിൻ്റെ റേഡിയോ ആണ്, ഡിഫൈൻസ് റേഡിയോ ബട്ടൺ.
ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് എടുത്താൽ നമുക്ക് ഒരു റേഡിയോ ബട്ടണിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ യൂസർ സെലക്ട് വൺ ഓഫ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സസ്. അപ്പം കുറച്ച് ചോയ്സസ് ഉണ്ടെങ്കിൽ യൂസർ വൺ ഓഫ് ദ ചോയ്സസ് എടുക്കും. സെലക്ട് ദ വൺ ഓഫ് ദ ചോയ്സസ്. പിന്നെ ഡോക്ക് HTML ബോഡി H2 ഹെഡിങ് റേഡിയോ ബട്ടൺസ് ഹെഡിങ് ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ അതാണ് റേഡിയോ ബട്ടൺസ്. ID ഈക്വൽ ടു മെയിൽ നെയിം ഈക്വൽ ടു ജെൻഡർ വാല്യൂ ഈക്വൽ ടു മെയിൽ. ഇതിൻ്റെ വാല്യൂ നമ്മൾ മെയിൽ എന്ന് കൊടുത്തു. പിന്നെ ലേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ലേബിൾ ഫോർ മെയിൽ ID ഈക്വൽ ടു കൊടുത്തു. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ ID ഫിമെയിൽ. നമ്മളൊരു സെക്കൻഡ് റേഡിയോ ബട്ടൺ എടുത്തു. ഫിമെയിൽ പറഞ്ഞ സെക്കൻഡ് റേഡിയോ ബട്ടൺ. ഇതിൻ്റെ ID ഈക്വൽ ടു ഫിമെയിൽ നെയിം ഈക്വൽ ടു ജെൻഡർ നമ്മൾ ജെൻഡർ കൊടുത്തു. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഫിമെയിൽ അസൈൻ ചെയ്തു. പിന്നെ ലേബിൾ ഫോർ ഫിമെയിൽ ബ്രേക്ക് കൊടുത്തു. പിന്നെ ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് റേഡിയോ ബട്ടൺസ് 2 റേഡിയോ ബട്ടൺസ് കിട്ടും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സബ്മിറ്റ് ബട്ടൺ ഈ HTML നോക്കാം. സബ്മിറ്റ് ബട്ടൺ ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇറ്റ് ഡിഫൈൻസ് ബട്ടൺ ഫോർ സബ്മിറ്റിംഗ് ദ ഫോം ടു എ ഫോം ഹാൻഡ്ലർ. അപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ സബ്മിറ്റിംഗ് എ ഫോം ടു ദ ഫോം ഹാൻഡ്ലർ. ഫോം ഹാൻഡ്ലർ എന്നൊരു പേജാണ് സെർവർ വിത്ത് എ സ്ക്രിപ്റ്റ് ഫോർ പ്രോസസ്സിംഗ് ദ ഇൻപുട്ട് ഡേറ്റ. ഈ സെർവറിൽ ഉള്ളൊരു പേജാണ് ഫോം ഹാൻഡ്ലർ. അതായത് വിത്ത് എ സ്ക്രിപ്റ്റ് ഫോർ പ്രോസസ്സിംഗ് ദ ഇൻപുട്ട് ഡേറ്റ. ഇറ്റ് കണ്ടെയ്ൻസ് എ സ്ക്രിപ്റ്റ് ഫോർ പ്രോസസ്സിംഗ് ദ ഇൻപുട്ട് ഡേറ്റ. ദ ഫോം ഹാൻഡ്ലർ ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഫോം ഈസ് ആക്ഷൻ ആട്രിബ്യൂട്ട്. അപ്പം ഫോം ഹാൻഡ്ലർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഫോംസ് ആക്ഷൻ ആട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഫോം ഹാൻഡ്ലർ. ഇതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഫോം ആക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ പേജ് ഡോട്ട് PHP. അതായത് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആക്ഷൻ പേജ് PHP എന്ന ഫയലിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേബിൾ ഫോർ ഈക്വൽ ടു F നെയിം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിമിൻ്റെ ഒരു ലേബിൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതിൻ്റെ ഇത് നമ്മളൊരു ടെസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഇതിൻ്റെ ടെസ്റ്റാണ്. ഇതിൻ്റെ നെയിം ഈക്വൽ ടു F നെയിം ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു ജോൺ പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. അപ്പം സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ്. ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ സബ്മിറ്റാണ്. എന്നിട്ട് ഫോം ക്ലോസ് ചെയ്തു. ആക്ഷൻ ആട്രിബ്യൂട്ടിൻ്റെ HTML നോക്കാം. ആക്ഷൻ ആട്രിബ്യൂട്ട്. ദി ആക്ഷൻ ആട്രിബ്യൂട്ട് ഡിഫൈൻസ് ആക്ഷൻ ടു ബി പെർഫോം ഇൻ ദ ഫോം ഈസ് സബ്മിറ്റഡ്. അപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് ഈ ആക്ഷൻ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യും. യൂഷ്വലി ദ ഫോം ഡാറ്റ ഈസ് സെൻഡ് ടു എ പേജ് ഓൺ ദ സെർവർ വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ദ സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ യൂസർ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ ഓൺ ദ പേജ് ഓൺ സെർവറിലെ ഒരു പേജിൽ അത് സെൻഡ് ചെയ്യും. വെൻ ദ യൂസർ ക്ലിക്സ് ദ സബ്മിറ്റ് ബട്ടൺ. അതായത് യൂസർ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് ഡയറക്ട്സ് ടു എ പേജ് ഓൺ ദ സെർവറിലെ ഒരു പേജിലേക്ക് അത് പോകും. ഇൻ ദിസ് എക്സാമ്പിൾ ദ ഫോം ദാറ്റ് ഈസ് സെൻഡ് ടു എ പേജ് ഓൺ ദ സെർവർ കോൾഡ് ആക്ഷൻ പേജ് ഡോട്ട് PHP. അപ്പോൾ എക്സാമ്പിളിൽ action.php എന്ന് പറഞ്ഞ ഫയലിലേക്ക് ഇത് പോകും. ദിസ് പേജ് കണ്ടെയ്ൻസ് എ സർവർ സൈഡ് സ്ക്രിപ്റ്റ് ദാറ്റ് ഹാൻഡിൽസ് ദ ഫോം ഡാറ്റ. അപ്പം ഇതിലൊരു സർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ടാവും വിച്ച് ഹാൻഡിൽസ് ദ ഫോം ഡാറ്റ. ഫോം ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ആക്ഷൻ ആട്രിബ്യൂട്ട് സബ്മിറ്റഡ് ദ ആക്ഷൻ ഈസ് സെറ്റ് ടു ദ കറണ്ട് പേജ്. അപ്പോൾ ആക്ഷൻ ആട്രിബ്യൂട്ട് നമ്മൾ അത് ഒമിറ്റ് ചെയ്താൽ ആക്ഷൻ ഈസ് സെൻഡ് ടു ദ കറണ്ട് പേജ്. പിന്നെ ടാർഗറ്റ് ആട്രിബ്യൂട്ട്. The target attribute specifies if the submitted result will open the new browser window, a frame or a current window. അപ്പോൾ അത് ന്യൂ വിൻഡോയിൽ ഓപ്പൺ ചെയ്യണോ, കറണ്ട് ഫ്രെയിമിൽ ഓപ്പൺ ചെയ്യണോ, പാരൻറ്റ് വിൻഡോയിൽ ഓപ്പൺ ചെയ്യണോ, അതെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ് ആട്രിബ്യൂട്ട്. ഇതിൻ്റെ എക്സാമ്പിൾ ഫോം ആക്ഷൻ ഈക്വൽ ടു action.php ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അത് പുതിയ വിൻഡോയിൽ അത് ഓപ്പൺ ചെയ്യും. അപ്പം നമുക്ക് മെത്തേഡ് ആട്രിബ്യൂട്ട് നോക്കാം. Method attribute specifies the HTTP method to be used when submitting the form data. അതായത് the method attribute സ്പെസിഫൈ ചെയ്യും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് when submitting the form data. ഫോം ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഗെറ്റ് യൂസ് ചെയ്യണോ പോസ്റ്റ് യൂസ് ചെയ്യണോ എന്നത് സ്പെസിഫൈ ചെയ്യും. അപ്പം മെത്തേഡ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യും വിച്ച് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് ഓർ പോസ്റ്റ് മെത്തേഡ് ടു ബി യൂസ്ഡ്
when submitting the data. Form action equal to action.php, method equal to get. ഇതാണ് ഗെറ്റിൻ്റെ സിൻടാക്സ്. അപ്പം ഫോം ആക്ഷൻ ഈക്വൽ ടു ആക്ഷൻ ഡോട്ട് പി എച്ച് പി. അപ്പോൾ ആക്ഷൻ ഡോട്ട് പി എച്ച് പിയിൽ റീഡയറക്റ്റ് ചെയ്യും. മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത് ഗെറ്റ്. പിന്നുള്ളത് ഫോം ആക്ഷൻ ഈക്വൽ ടു ആക്ഷൻ ഡോട്ട് പി എച്ച് പി, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഇതാണ് പോസ്റ്റിൻ്റെ സിൻടാക്സ്. അപ്പം നമുക്ക് ഗെറ്റ് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ ബോഡി h2 ദിസ് മെത്തേഡ് ആട്രിബ്യൂട്ട്. ഫോം ആക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ ഡോട്ട് പി എച്ച് പി. അപ്പം ഫോം ആക്ഷൻ ഡോട്ട് പി എച്ച് പിയിലേക്കകത്ത് റീഡയറക്റ്റ് ചെയ്യും. മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത് ഗെറ്റാണ്. ലേബിൾ ഫോർ നമ്മളൊരു ലേബിൾ ആട്രിബ്യൂട്ട് ഉണ്ടാക്കി. എഫ് നെയിം ഫോർ ഫസ്റ്റ് നെയിമിന് നമ്മളൊരു ലേബിൾ ആട്രിബ്യൂട്ട് ഉണ്ടാക്കി. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്. അതിൽ നമ്മൾ ഒരു വാല്യൂ കൊടുത്തു, ജോൺ പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാക്കി. അപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ദ ബ്രൗസറിൽ ഈ ഫോം വാല്യൂസ് ഉണ്ടാവില്ല. അഡ്രസ് ബാർ ഓഫ് ദ ബ്രൗസറിൽ ഈ ഫോം വാല്യൂസ് ഹിഡൻ ആയിരിക്കും ഗെറ്റ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഗെറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഷോ ചെയ്യും. പക്ഷേ പോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫോം വാല്യൂസ് അത് ഹിഡൻ ആയിരിക്കും. അതാണ് ഗെറ്റും പോസ്റ്റിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡ് എപ്പോൾ യൂസ് ചെയ്യേണ്ടത്, പോസ്റ്റ് മെത്തേഡ് എപ്പോൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ദ ഡിഫോൾട്ട് HTTP മെത്തേഡ് വെൻ സബ്മിറ്റിംഗ് ദ ഫോം ഇസ് ഗെറ്റ്. അപ്പം നമ്മൾ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടെങ്കിൽ അത് ഡിഫോൾട്ട് ഗെറ്റാണ്. ഇപ്പം ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മെത്തേഡും സ്പെസിഫൈ ചെയ്തിട്ടെങ്കിൽ അത് ഗെറ്റ് മെത്തേഡായിരിക്കും. വെൻ ഗെറ്റ് ഈസ് യൂസ് ദ ഫോം ദാറ്റ് ഈസ് വിസിബിൾ ഇൻ ദ പേജ് അഡ്രസ് ഫീൽഡ്. അപ്പം ഗെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫോമിൻ്റെ വാല്യൂസ് വിസിബിളാണ് അഡ്രസ് ഫീൽഡിൽ അത് വിസിബിളാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ. ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോം ഡാറ്റേൻ്റെ ഡേറ്റ വിസിബിളാണ് പേജ് അഡ്രസ് ഫീൽഡിൽ അതിൻ്റെ വാല്യൂസ് വിസിബിളാണ്. ആക്ഷൻ ഡോട്ട് പി എച്ച് പി ഫസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ വാല്യൂ ജോൺ ആണ്. അപ്പോൾ ഇത് അഡ്രസ് ഫീൽഡിൽ വിസിബിളാണ്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഗെറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ്. It appends the form data into the URL in the name value pairs. അപ്പോൾ അത് ഫോം ഡാറ്റേനെ URL-ലേക്ക് അപ്പൻഡ് ചെയ്യും. ഫോം ഡാറ്റേനെ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അപ്പം ഫോം ഡാറ്റേനെ URL-ലേക്ക് അത് അപ്പൻഡ് ചെയ്യും. ലെങ്ത് ഓഫ് ദി URL ഈസ് ലിമിറ്റഡ്. അപ്പം ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദി URL ലിമിറ്റഡ് ആണ്. നെവർ യൂസ് ഗെറ്റ് ടു സെൻഡ് സെൻസിറ്റീവ് ഡാറ്റ. അപ്പം സെൻസിറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൂടാ. അത് യൂസ് ചെയ്താൽ അഡ്രസ് ഫീൽഡിൽ അത് കാണിക്കും. അതാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജ്. യൂസ്ഫുൾ ഫോർ ഫോം സബ്മിഷൻസ് വെർ എ യൂസർ വാണ്ട് ടു ബുക്ക് മാർക്ക് ദ റിസൾട്ട്. അപ്പം ഇൻ ദോസ് ഫോം സബ്മിഷൻസ് വെൻ ദ യൂസർ വാണ്ട് ടു ബുക്ക് മാർക്ക് ദ റിസൾട്ടിനെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യും. ഗെറ്റ് ഈസ് ബെറ്റർ ഫോർ നോൺ സെക്യൂർ ഡാറ്റ ലൈക്ക് ക്വയറി സ്ട്രിങ്സ് ഇൻ ഗൂഗിൾ. അപ്പം ഗെറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ നോൺ സെക്യൂർ ഡാറ്റ ലൈക്ക് ക്വയറി സ്ട്രിങ്സ് ഇൻ ഗൂഗിൾ. ഇവിടെ ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെൻ ടു യൂസ് പോസ്റ്റ്, സെൻസിറ്റീവ് ഓർ പേഴ്സണൽ ഇൻഫർമേഷൻ. സെൻസിറ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. പോസ്റ്റ് ഹാസ് നോ സൈസ് ലിമിറ്റേഷൻസ്. അപ്പം പോസ്റ്റിൽ സൈസ് ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഫോം സബ്മിഷൻസ് വിത്ത് പോസ്റ്റ് കനോട്ട് ബി ബുക്ക് മാർക്ക്. അപ്പം ഫോം സബ്മിഷൻസ് കനോട്ട് ബി ബുക്ക് മാർക്ക്, നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് നമുക്ക് ഫോം സബ്മിഷൻസ് വിത്ത് പോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് പോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ഗെറ്റ്. അപ്പം നമുക്ക് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് നോക്കാം. പാസ്വേഡ് ഫീൽഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്. അപ്പം പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റെ സിൻടാക്സ് ആണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്. അത് ഡിഫൈൻ ചെയ്യുക പാസ്വേഡ് ഫീൽഡ്. അത് ഒരു പാസ്വേഡ് ഫീൽഡിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക് ടൈപ്പ് HTML ഹെഡിങ് പാസ്വേഡ് ഫീൽഡ്. ഫോം ആക്ഷൻ ഈക്വൽ ടു ആക്ഷൻ ഡോട്ട് PHP. അതായത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ഷൻ ഡോട്ട് PHP പറഞ്ഞ ഫയലിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും. നമ്മളൊരു ലേബിൾ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. യൂസർ നെയിമിന് ഒരു ലേബിൾ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. യൂസർ നെയിം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ്. അപ്പോൾ ഒരു ടെസ്റ്റ് ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്തു, ഇൻപുട്ട് ചെയ്തു.
ഐ ഡി ഈക്വൽ ടു യൂസർ നെയിം. അപ്പോൾ ഇതിൻ്റെ ഐ ഡിയും ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ട്. യൂസർ നെയിം നെയിം ഈക്വൽ ടു യൂസർ നെയിം നമ്മൾ യൂസർ നെയിം സ്പെസിഫൈ ചെയ്തു, എന്നിട്ട് ബ്രേക്ക് യൂസ് ചെയ്തു. ലേബിൾ ഫോർ പാസ്വേഡിന് നമ്മളൊരു ലേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡാണ്. പാസ്വേഡ് ഐ ഡി ഈക്വൽ ടു PWT. അപ്പോൾ ഈ ലേബിളിൻ്റെ 4 ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഇതിൻ്റെ ഐ ഡിൻ്റെ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ട്. PWD എന്നിട്ട് നെയിം ഈക്വൽ ടു പാസ്വേഡ്. അതിൻ്റെ പാസ്വേഡിൻ്റെ നെയിം നമുക്ക് PWT കൊടുക്കണം. ഇതിൻ്റെ ബ്രേക്ക് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് പറഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ. ഇവിടെ നമ്മൾ ഈ ബട്ടണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സബ്മിറ്റ് ആവും. എന്നിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് പാസ്വേഡ് ഫീൽഡ് യൂസർ നെയിം ടെസ്റ്റ് ഏരിയ കിട്ടും. പാസ്വേഡ് ഫീൽഡ് ടെസ്റ്റ് ഏരിയ സബ്മിറ്റ്. ഇത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് action.php പറഞ്ഞ ഫയലിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യും.